السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാം അറുത്തത് വഹാബികൾക്ക് കഴിക്കാമോ, അവർ അറുത്ത ഉദ്ഹിയ്യത്തിന്റെ മാംസം സുന്നികളായ നമുക്ക് തരാമോ എന്നീ രണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അതിൻ്റെ അടിയിൽ 100 കണക്കിന് കമൻറ്റുകൾ ഒരു മുസ്ലിമിൻ്റെ വായിലൂടെ വരാൻ പാടില്ലാത്ത പല അഭിസംബോധന രീതികളും പല വഹാബികളും പറഞ്ഞു എന്നല്ലാതെ പ്രാമാണികമായി നിങ്ങൾ മുശ്രിക്കാണെന്ന വിശ്വാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്നതോടൊപ്പം നിങ്ങൾ അറുക്കുന്നത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള തെളിവ് ഇതാണ് എന്ന് ഒരു വഹാബിയും പറഞ്ഞു കണ്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെപ്പറ്റി ഷിർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ മുശ്രിക്കാണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നും പറഞ്ഞു കണ്ടില്ല. നേരെ മറിച്ച് കമൻറ്റിൽ ഒരുപാട് വഹാബികൾ പറഞ്ഞു, നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾ മുശ്രിക്ക് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല, നിങ്ങൾ അബൂജഹലിനേക്കാൾ മോശപ്പെട്ട ആളുകളാണ് എന്നുവരെ ഒരു വഹാബി പറഞ്ഞു കണ്ടു. ഇതുപോലെ വഹാബിസം തലക്ക് പിടിച്ച് നമ്മളെ മുശ്രിക്കും കാഫിറുമാക്കുന്ന ആളുകൾ, അവരോട് വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അറുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ കഴിക്കൽ ഹലാലാകുന്നു? അപ്പോൾ അതിന് മറുപടിയായി ഒരാളും ഒരു ആയത്തോ ഒരു ഹദീസോ പ്രാമാണികമായ ഒരു തെളിവും കൊണ്ടുവന്നതായി കണ്ടില്ല. എൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഉദ്ഹിയ്യത്തിന്റെ മാംസം അവർ എങ്ങനെയാണ് നമ്മൾ മുശ്രിക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തരുന്നത്? അപ്പോൾ അതിന് ഒരാൾ കമൻറ്റ് ചെയ്തത്, അതിന് ഞങ്ങളുടെ വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ വഹാബിയൻ വിശ്വാസത്തിൽ അമുസ്ലിങ്ങളായ ആളുകൾക്ക് ഉദ്ഹിയ്യത്തിന്റെ മാംസം നൽകുന്നതിൽ തെറ്റില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ചെയ്യുന്ന സുന്നികൾ ചെയ്യുന്ന എല്ലാത്തിനും ആയത്തോ ഹദീസോ നിർബന്ധമാണ്. നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാം. നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രമാണത്തിൻ്റെ പിൻബലം വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 ബലിമൃഗത്തെ ഉദ്ഹിയ്യത്തായി അറുത്തു എന്ന് ഹദീസിൽ കാണാം. 63 എണ്ണം മുത്തനബി തങ്ങൾ തൻ്റെ സ്വന്തം കൈക്കൊണ്ടും ബാക്കി അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ കൊണ്ടും അറുപ്പിച്ച് അങ്ങനെ 100 മൃഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബലിയറുത്തു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതിൽ നിന്ന് ഒരു കഷ്ണം, അതിൽ നിന്ന് ഒരു പൊതി മാംസമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുശ്രിക്കുകളായ ആളുകൾക്ക് കൊടുത്തതിനുള്ള തെളിവൊന്ന് കൊണ്ടുവരുമോ? നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ വിശ്വസിക്കുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുന നവവി റളിയല്ലാഹു അൻഹു, ഷാഫിഈ മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതരൊക്കെയും പറഞ്ഞിട്ടുള്ളതാണ്, ഉദ്ഹിയ്യത്തിൻ്റെയും അഖീഖയുടെയും മാംസം അത് ഇബാദത്തിന്റെ ഭാഗമായി നമ്മൾ അറുക്കുന്ന മാംസമായതുകൊണ്ട് അമുസ്ലിംകൾക്ക് അത് കൊടുക്കൽ അനുവദനീയമല്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ വിശ്വാസമൊന്നും ശരിയല്ല. ഒരുത്തൻ പറയുന്നത് കണ്ടു, എന്ത് ഷാഫിഈ മദ്ഹബ് ഒന്നും ഇസ്ലാമിലില്ല, വിവരം ഇല്ല എന്നുള്ള വിവരം പോലും ഇല്ലെങ്കിൽ, താനൊരു വിവരമില്ലാത്ത പടുജാഹിലാണെന്ന വകതിരിവ് പോലും ഇല്ലാതെയായി പോയാൽ പിന്നെ എന്താണ് ചെയ്യുക? ഇങ്ങനെയുള്ള വഹാബികളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അമുസ്ലിങ്ങളിലേക്ക് ഈ മാംസം ഷെയർ ചെയ്യാൻ ഉള്ള തെളിവെന്താണ്? നിങ്ങൾക്കും തെളിവ് വേണ്ടേ? ഞാൻ ലളിതമായി വീണ്ടും ചോദിക്കുകയാണ്, നമ്മൾ മുശ്രിക്കാണെന്ന് പറയുകയും അബൂജഹലിനേക്കാൾ വലിയ ശിർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് നമ്മൾ അറുത്തത് കഴിക്കാൻ പറ്റുക? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 10-12 വർഷക്കാലം എൻ്റെ നാട്ടിലെ മുഅദ്ദിനായിരുന്നു എൻ്റെ വാപ്പ. നമ്മുടെ നാട്ടിലെ മുഅദ്ദിനുമാർ തന്നെയാണ് സാധാരണഗതിയിൽ നാട്ടിലുള്ള അറവുകളൊക്കെ നടത്താറുള്ളത്. വെള്ളിയാഴ്ച കച്ചവടം ചെയ്യപ്പെടുന്ന മാംസങ്ങൾ വരെ അറുക്കുന്നത് നാട്ടിലെ മൊല്ലാക്കമാരോ അവരോട് കടപിടിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്നവരോ ആണ് സാധാരണ ഇത്തരം അറവുകൾ നടത്താറുള്ളത്. ഇങ്ങനെയുള്ള ഇവരുടെ വിശ്വാസപ്രകാരം പക്കാ ശിർക്ക് ചെയ്യുന്ന ഈ മുഅദ്ദിനായ, ഈ ബാങ്ക് വിളിക്കുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ പള്ളിയിലെ ഈ മുല്ലാക്ക അറുത്തത് എങ്ങനെയാണ് ഇവർ തിന്നുന്നത്? ഇതിനൊരു തെളിവ് ഇവർക്ക് പറയാൻ പറ്റും?
ഞാൻ ഈ ചോദ്യം നിരന്തരം ചോദിച്ചിട്ട് ഒരാൾ പോലും ഇതിന് മറുപടിയില്ല. പിന്നെ മറുപടി ഉണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മുനാഫിഖിന്റെ അടയാളായി മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇദാ ഖാസമ ഫജറ. തർക്കിക്കാൻ നിന്നാൽ പിന്നെ തമ്മാടിത്തരം വിളിച്ചു പറയും. നമ്മുടെ ശരീരത്തിലെ ഔറത്തായി നമ്മൾ മറച്ചു നടക്കുന്ന പല സാധനങ്ങളുടെയും പേരുകളടക്കം നിരന്തരമായി എനിക്ക് നേരെ വിളിച്ചു എന്നല്ലാതെ, അല്ലെങ്കിൽ കഴുത, പോത്ത്, അങ്ങനെ തുടങ്ങിയ പല പേരുകളിലും എന്നെ വിളിച്ചു എന്നല്ലാതെ, ഒരു കുറെ തെറിപ്പാട്ട് കേൾക്കാൻ പറ്റി എന്നല്ലാതെ വസ്തുതാപരമായി ഒരാൾ മറുപടി പറയുന്നത് കണ്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് കൂട്ടരെ, ഞങ്ങൾ മുശ്രിക്കുകളാണെന്ന് നിരന്തരം പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ അറുക്കുന്നത് തിന്നാൻ പറ്റുക? നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഹദീസിന്റെയോ ആയത്തിന്റെയോ പിൻബലമില്ലാതെ ഉദ്ഹിയ്യത്തിന്റെ മാംസം ഞങ്ങൾക്ക് നൽകാൻ കഴിയുക? ഞങ്ങൾ ചെയ്യുന്നതിന് മാത്രം തെളിവുണ്ടായ പോരല്ലോ, നിങ്ങൾ ചെയ്യുന്നതിനും തെളിവ് വേണ്ടേ? ഞാൻ വളരെ സൗമ്യമായിട്ടാണ് ചോദിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ വഹാബികളായ ആളുകൾ വിവരമില്ലാത്ത പാവങ്ങളാണ്. ഈ സംഘികളായ ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവർ യഥാർത്ഥ ഇസ്ലാമിനെ അവർക്കറിയില്ല, അവർ മനസ്സിലാക്കില്ല. മുസ്ലിമുകളുടെ യഥാർത്ഥ സ്വഭാവവും അവരുടെ വിശ്വാസത്തിന്റെ സൗന്ദര്യവും അറിയാൻ സംഘികളായ ആളുകളെ കിട്ടില്ല. മറിച്ച് സംഘി ഗ്രൂപ്പുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ക്യാപ്സ്യൂളുകളും ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങളുമാണ് അവരെ ഭരിക്കുന്നത്. അങ്ങനെയാണ് അവർ തീവ്രവാദികളായി തീരുന്നത്. ഇതുപോലെയാണ് വഹാബികൾ. യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് എന്താണെന്നോ, നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ മൗലിദ് ഓതുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താണെന്ന് നമ്മോട് ചോദിച്ച് പഠിക്കാൻ ഇവരാരും തയ്യാറാവാറില്ല. ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സുന്നി അനുഭവിക്കുന്ന മാനസിക സന്തോഷവും ഈ സുന്നി ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന സംതൃപ്തിയും സന്തോഷവും ഇസ്ലാമിന്റെ മാധുര്യവും എന്താണെന്നറിയാൻ ഈ സാധുക്കൾക്ക് അവസരമുണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. പിന്നെ ഇവരുടെ പ്രമാണം എന്താണ്? ഈ സുന്നികളായ ആളുകളെയും ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും ഒക്കെ പരിഹസിക്കുകയും അവരെക്കുറിച്ച് പച്ചക്കള്ള ആയത്തുൽ മുനാഫിഖ് സലാസ, മുത്തനബി തങ്ങൾ പറഞ്ഞത് മുനാഫിഖിന്റെ അടയാളം 3 എണ്ണമാണെന്ന് പറഞ്ഞ് മുത്തനബി തങ്ങൾ എണ്ണിയ ഒന്നാമത്തെ കാര്യം ഇദാ ഹദ്ദസ കദബ. ഇദാ ഹദ്ദസ കദബ, സംസാരിക്കാൻ തുടങ്ങിയാൽ പച്ചക്കളവ് മാത്രം പറയുന്ന വിഭാഗം. ഇങ്ങനെ പച്ചക്കളവ് പറയും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വിശ്വാസം ഉൾക്കൊള്ളുന്ന നമ്മെക്കുറിച്ചാണ് നമ്മെപ്പറ്റി ശിർക്ക് ആരോപിക്കുന്നത്. എന്താണ് സുന്നികളായ നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചറിയാൻ ഒരു ഉസ്താദിന്റെ അരികിൽ വന്ന് പഠിക്കാൻ ഇവരാരും തയ്യാറല്ല. മറിച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്ന ക്യാപ്സ്യൂളുകളും ക്ലിപ്പുകളും പച്ചക്കള്ളങ്ങളും അർദ്ധസത്യങ്ങളും ഒക്കെയായി കൂട്ടിക്കുഴച്ച് ജനങ്ങളെ, മുസ്ലിമീങ്ങളെ, സുന്നത്തിയമായി ഉൾക്കൊള്ളുന്ന വിശ്വാസികളെ മുഴുവനും ഷിർക്കുള്ളവരും ഷിർക്ക് ചെയ്യുന്നവരും മുശ്രിക്കുകളുമാക്കി ചിത്രീകരിച്ച് അവർക്കെതിരെ മുശ്രിക്കിന്റെയും കാഫിറിന്റെയും ഹുക്മ നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന തീവ്രവാദികളായി മാറുകയാണ് യഥാർത്ഥത്തിൽ വഹാബികൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ തെറി വിളിച്ചുകൊണ്ടും തെറിപ്പാട്ടുകൾ നടത്തിക്കൊണ്ടും കേൾക്കാൻ അറുക്കുന്ന വാചക കസർത്തുകൾ നടത്തിക്കൊണ്ട് എന്ത് ദഅവത്താണ് കൂട്ടരും നടത്തുന്നത്? അല്ലാഹു തആല ഹിദായത്ത് തരട്ടെ. പ്രധാനമായി ഇവരുടെ പ്രശ്നം ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലാക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഞാൻ ആ വരി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ഇടപെടൂ നബിയെ, എന്റെ തെറ്റിന്റെ കാര്യം പരാതിയായി നിങ്ങളോടാണ് കേട്ടോ പറയുന്നത് എന്നർത്ഥം വരുന്ന ആ ഒരു വരി ഞാൻ ചൊല്ലി. എങ്ങനെയാണിത് ശിർക്കാകുന്നത്? ഇവർ കാര്യമായിട്ട് ചോദിക്കുന്നത് എന്താ അറിയാം? പാപം പൊറുക്കാൻ തേടേണ്ടത് അള്ളാഹുവിനോടല്ലേ? നബി തങ്ങളോട് നിങ്ങൾ പാപം പൊറുക്കാൻ തേടിയില്ലേ? അതന്നെയാണ് ശിർക്ക്. ഇതെങ്ങനെ ശിർക്കാകുന്നത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പാപം ചെയ്ത് എത്രയോ സഹാബത്ത് തഹിർനീ യാ റസൂലല്ലാഹ്, നബിയെ എന്നെ ശുദ്ധീകരിക്കൂ നബിയെ, എന്റെ പാപത്തിൽ നിന്ന് എന്നെ മുക്തമാക്കൂ നബിയെ എന്ന് മുത്തുനബി തങ്ങളോട് നേരിട്ട് പറഞ്ഞ സ്വഹീഹായ ഹദീസ് ഉണ്ടല്ലോ. ഇനി അതൊന്നും വേണ്ട, നമ്മൾ ഈ പറയുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം എന്താണ്? മുത്തുനബി തങ്ങൾ അള്ളാഹിന്റെ സമ്മതമൊന്നുമില്ലാതെ നമുക്ക് അങ്ങോട്ട് പുറത്തു തരും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? നമ്മൾ എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കനിഞ്ഞാൽ, മുത്തുനബി തങ്ങളൊന്ന് വിചാരിച്ചാൽ നമ്മെ സ്വർഗത്തിൽ കടത്താൻ ഹബീബായ തങ്ങൾക്ക് കഴിയും. അതിനുള്ള ഒരു പവർ, ഒരു ശഫാഅത്തിനുള്ള പവർ മുത്തുനബി തങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാത്ത മുസ്ലിമുണ്ടോ? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ പാപം ചെയ്തു പോയ നമ്മെ സ്വർഗത്തിൽ കടത്താൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ച് നബിയെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തെറ്റെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ പൊറുക്കലിനെ തേടുന്നുണ്ടെങ്കിലും അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് അറിയില്ല. ഈ പാപഭാരങ്ങളെല്ലാം അങ്ങയുടെ മുമ്പിലാണ് എനിക്ക് പരാതിപ്പെടാനുള്ളത്, അങ്ങയോടാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എങ്ങനെയെങ്കിലും ഈ പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടണം, അതിന് മുത്തുനബി തങ്ങൾ ഇടപെട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്നെ രക്ഷപ്പെടുത്തി തരണം എന്നാണ് അതിന്റെ ആശയം. ഇതിലെന്താണ് തെറ്റ്? അവ പാപം പൊറുക്കാൻ വേണ്ടി തേടി എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ശിർക്കാകുമോ? മുത്തുനബി തങ്ങളുടെ ഹയാത്തു കാലത്ത് എത്രയോ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബിയെ എനിക്ക് വേണ്ടി ഇടപെടണം, എനിക്ക് വേണ്ടി പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് പറയണം. വിശുദ്ധമായ ഖുർആനിലും വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക, മുഅ്മിനീങ്ങളൊക്കെ തെറ്റു ചെയ്താൽ ജാഊക നബിയെ നിങ്ങൾ അടുത്ത് അവർ വരണം, എന്നിട്ടോ ഫസ്തഗ്ഫിറുല്ലാഹ അവർ സ്വന്തമായി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. അത് മാത്രമല്ല വസ്തഗ്ഫറ ലഹും അർ-റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധമായ ഖുർആനിലില്ലേ ഇവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പൊറുക്കലിനെ തേടട്ടെ. അങ്ങനെ മുത്തുനബി തങ്ങളും കൂടെ, നമ്മുടെ സ്വന്തം ഇസ്തിഗ്ഫാർ മാത്രം പോരാ, മുത്തുനബി തങ്ങളും കൂടെ ഇടപെട്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, മുത്തുനബി തങ്ങൾ ഇടപെട്ടാൽ പടച്ചോൻ പറയാണ് ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനും വലിയ കരുണ ചൊരിയുന്നവനുമായി നിങ്ങൾക്ക് അല്ലാഹുവിനെ എത്തിക്കാൻ സാധിക്കും, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പാപം ചെയ്താൽ ആ പാപക്കറ നീക്കാൻ അല്ലാഹു തആല പറഞ്ഞ ഒരു സൊല്യൂഷനാണ് നമ്മൾ സ്വന്തമായി അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ഇസ്തിഗ്ഫാർ ചെയ്യുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും 70 തവണ അല്ലെങ്കിൽ 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. നമ്മളൊക്കെയും നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം ചൊല്ലുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നാണ്. അങ്ങനെ നമ്മൾ അല്ലാഹുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതോടൊപ്പം മുത്തുനബി തങ്ങളോടും ഈ സങ്കടവും വേവലാതിയും നമ്മൾ പറഞ്ഞാൽ, നബിയെ എന്റെ ദോഷം പൊറുക്കാൻ അങ്ങ് ഇടപെടണം, എന്റെ ദോഷത്തിന്റെ വിഷയത്തിലുള്ള പരാതി നബിയെ അങ്ങയോട് പറയുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൂട്ടരെ ഇത് ശിർക്കാകുന്നത്? ഇതാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. ഹയാത്ത് കാലത്താണെങ്കിലും റസൂലുള്ളാഹിനോട് നബിയെ എന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞാൽ അതല്ലേ ലേക്ക അഷ്കൂ ഫീഹി, ദോഷത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് ഞാൻ പരാതി പറയുന്നു നബിയെ, എന്തെങ്കിലുമൊക്കെ ഇടപെട്ട് എന്നെ രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ശിർക്കാകുന്നത്? മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കൂട്ടരെ, നിങ്ങളെ വഹാബികൾ പറഞ്ഞു പറ്റിച്ചതാണ്. ദീൻ എന്താണെന്ന് കൃത്യമായി അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.